ഫെരാരി നമ്മുടെ കുട്ടിക്കാലം മുതൽക്കേ തന്നെ കാറുകളുടെ കാര്യം എടുത്തു പറയുമ്പോൾ തന്നെ അല്ലെങ്കിൽ കാറുകളെ പറ്റി പറയുമ്പോഴത്തേനും നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുള്ളൊരു പേരായിരിക്കും ഫെരാരി എന്ന് പറയുന്നത്. ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാർ മാനുഫാക്ചറിങ് കമ്പനീസ് അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ കമ്പനീസിൻ്റെ ടോപ്പിൽ നിൽക്കുന്ന ഒരു കമ്പനിയാണ് ഫെരാരി എന്ന് പറയുന്നത്. സോ ഈ ഒരു ഫെരാരി എന്ന് പറയുന്ന കമ്പനിയുടെ ഫൗണ്ടറായിട്ടുള്ള എൻസോ ഫെരാരിയുടെ സ്റ്റോറിയെ ബേസ് ചെയ്തുകൊണ്ട് റീസെൻ്റ്ലി കഴിഞ്ഞ ദിവസം ഒരു മൂവി റിലീസായി. അപ്പോൾ ആദ്യ ദിവസം തന്നെ ഈ ഒരു ചിത്രം പോയി കാണുന്നതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചതാണ്. അങ്ങനെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ പോയി കണ്ടതിന് ശേഷം, അതായത് ഈ ഒരു എൻസോ ഫെരാരിയുടെ ഫെരാരി എന്ന് പറയുന്ന സിനിമ കണ്ടതിന് ശേഷം ഈ ഒരു ചിത്രം എങ്ങനെയുണ്ട്, ആ ഒരു വ്യക്തി എത്രത്തോളം സ്ട്രഗിൾസിലൂടെയാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ ഒരു വമ്പൻ കമ്പനി ഉണ്ടാക്കി വെച്ചേക്കുന്നതെന്നൊക്കെ ഈ ഒരു സിനിമയ്ക്കകത്തോടെ നമുക്കറിയാൻ സാധിക്കും. സോ ഈ ഒരു സിനിമയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു റിവ്യൂയിലേക്ക് നമുക്ക് പോവാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു. If you get into one of my cars, you get in the win. ഫെരാരി എന്ന് പറയുന്ന ഒരു കമ്പനി തുടങ്ങി കുറച്ച് വർഷങ്ങൾക്ക് ശേഷമുള്ളൊരു സ്റ്റോറിയാണ് ഈ ഒരു സിനിമ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അതായത് ഏകദേശം 1957 നടക്കുന്ന ഒരു സ്റ്റോറിയോടുകൂടിയാണ് ഈ ഒരു സിനിമയുടെ പോക്ക് അങ്ങോട്ട് തുടങ്ങുന്നത്. അപ്പം എൻസോ ഫെരാരിയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള ലോറയും കൂടെ ചേർന്നുകൊണ്ടായിരുന്നു ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. അപ്പം നമ്മുടെ എൻസോ ഫെരാരി ഓൾറെഡി ഒരു വലിയ റേസറാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പല മേജർ ആയിട്ടുള്ള റേസസിലും തൻ്റെ കമ്പനിയെ ഇറക്കുന്നുണ്ട്. അതായത് തൻ്റെ കമ്പനീസിലെ കാറിനെ ഇറക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരുപാട് സ്കിൽഡ് ആയിട്ടുള്ള ഡ്രൈവേഴ്സ് ഉണ്ട്. ഫെരാരി എന്ന് പറയുന്ന കമ്പനിക്ക് ഒരുപാട് ഫെയിം ഉണ്ട്. ഒരുപാട് ആളുകൾ ഇദ്ദേഹത്തിനെ പറ്റി ചർച്ച ചെയ്യുന്നുണ്ട്. ഒരു റേസിംഗ് എന്നൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേനും ഫെരാരിയുടെ ആ ഒരു ഫെയിം ഒരു വേറെ ലെവലിൽ നിൽക്കുന്ന ടൈമായിരുന്നു 1957 എന്ന് പറയുന്നത്. പക്ഷേ അതേസമയം ആ ഒരു കമ്പനി ബാങ്ക്രപ്സിയും ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരേ സമയം ഫെയിമിലൂടെയും അതുപോലെ തന്നെ ഒരു പ്രശ്നത്തിലൂടെയുമാണ് ഫെരാരി എന്ന് പറയുന്ന കമ്പനി 1957 മുൻപോട്ട് പോയത്. അപ്പം അങ്ങനെ ഒരു ടൈമിൽ നമ്മുടെ ഈ ഒരു എൻസോ ഫെരാരി എന്ന് പറയുന്ന ക്യാരക്ടർ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ ലൈഫും പേഴ്സണൽ ലൈഫും എങ്ങനെയാണ് കൊണ്ടുവന്നതെന്നാണ് കാണിച്ചു തരുന്നത്. ഈ പേഴ്സണൽ ലൈഫ് എന്ന് പറയുമ്പോഴത്തേനും എൻസോ ഫെരാരി ഒരുപാട് പ്രശ്നങ്ങളിലൂടെ പോകുന്നൊരു ടൈമായിരുന്നു അത്. അതായത് അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള ലോറയ്ക്കും ഫെരാരിക്കും കൂടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടിയാണ് ഡീനോ. പക്ഷേ ആ ഒരു കുട്ടി മരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ തൻ്റെ ലൈഫിൽ ഒരുപാട് കഠിനമായിട്ടുള്ള സംഭവങ്ങളിലൂടെയാണ് ഈ ഒരു ഫെരാരിയും അതുപോലെ തന്നെ ഫെരാരിയുടെ ഭാര്യയായിട്ടുള്ള ലോറയും കൂടെ കടന്നു പോകുന്നത്. അതുപോലെ തന്നെ എൻസോ ഫെരാരിക്ക് ഒരു മിസ്ട്രസ് ഉണ്ട്. ആ ഒരു മിസ്ട്രസ്സിൽ ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പുള്ളിക്കാരൻ പബ്ലിക്കലി ആ ഒരു കുട്ടി ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ നടന്ന് തല പൊങ്ങഞ്ഞു പോകുന്നതിനിടയ്ക്കാണ് എൻസോ ഫെരാരി തൻ്റെ ആ ഒരു കമ്പനിയെ വളർത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട റേസ് വരുന്നുണ്ട് 1957 1000 മൈലോളം ഉള്ള ഒരു വമ്പൻ റേസിംഗ്, വളരെ വലിയൊരു റേസിംഗ് ആണ്. അപ്പോൾ ഇറ്റലി മൊത്തത്തിൽ കറങ്ങി നടക്കുന്ന ഒരു വമ്പൻ റേസ്. അപ്പോൾ ആ ഒരു റേസ് ജയിക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ആൾക്കാരെയൊക്കെ സെറ്റ് ആക്കുന്നതും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു ചിത്രത്തിൻ്റെ സ്റ്റോറി മുൻപോട്ട് നീങ്ങുന്നത്. പക്ഷേ ഇത് എൻ്റയർലി റേസിങ്ങിനെ ബേസ് ചെയ്ത് പോകുന്ന ഒരു ചിത്രമല്ല. ഫെരാരി എന്ന് കേൾക്കുമ്പോഴത്തേനും ഒരു കാർ ബേസ്ഡ് ആയിട്ടുള്ള മൂവിയാണ്. അപ്പോൾ ഇതിനകത്ത് കൂടുതൽ റേസിംഗ് ആയിരിക്കും, അത് നമ്മളെ എൻഗേജ്ഡ് ആയിട്ട് ഇരുത്തും എന്നുള്ള കൈൻഡ് ഓഫ് ഒരു ചിന്താഗതിയാണെങ്കിൽ ഈ ഒരു സിനിമ അങ്ങനെയല്ല. ഇത് എൻസോ ഫെരാരിയുടെ ഒരു പക്ക ബയോഗ്രഫിയാണ്. ആ ഒരു വ്യക്തി എങ്ങനെയാണ് തൻ്റെ ലൈഫിനെ കൊണ്ടുപോയത്, ആ ഒരു വ്യക്തി എങ്ങനെയാണ് തൻ്റെ കമ്പനിയെ കൊണ്ടുപോയത്, തൻ്റെ റേസിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അദ്ദേഹം കൊണ്ടുപോയത് എന്നുള്ളൊരു സംഭവമാണ് ഈ ഒരു സിനിമ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്, വളരെ സ്ലോ ബേണിംഗ് ആയിട്ട്. അതായത് നമ്മുടെ ഒപ്പൻഹൈമറൊക്കെ പോലെയാണ് ഈ ഒരു ചിത്രം പോകുന്നത്. അല്ലാണ്ട് പ്രേക്ഷകനെ തുടക്കം തൊട്ട് അവസാനം വരെ റേസിങ്ങിലൂടെ ഇങ്ങനെ പിടിച്ചിരുത്തി പോവല്ല. റേസിംഗ് സീക്വൻസുകളൊന്നും ഇല്ല എന്നല്ല, ഉണ്ട്, അതിനെയൊക്കെ വളരെ ഗംഭീരമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ മേജർലി ആ ഒരു ക്യാരക്ടറിൻ്റെ ലൈഫ് എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ ഒരു സിനിമ ചർച്ച ചെയ്യുന്നത്. അപ്പം എൻസോ ഫെരാരി എന്ന് പറയുന്ന ക്യാരക്ടറിനെ ഈ ഒരു സിനിമയ്ക്ക് അത് അവതരിപ്പിച്ചിട്ടുള്ളത് ആഡം ഡ്രൈവറാണ്. വേറെ ലെവലായിട്ട്, അതായത് അദ്ദേഹത്തിന് ഇതിനു മുന്നേ സ്റ്റാർ വാർസിൻ്റെ സീക്വൽ ട്രയോളജിയിലും അതുപോലെ തന്നെ റീസെൻ്റ്ലി റിലീസായ 65 എന്നൊക്കെ പറയുന്ന മൂവിക്കകത്തൂടെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഗെറ്റപ്പിൽ നിന്നൊക്കെ മാറിയിട്ടൊരു വേറെ ലെവൽ ലുക്കിലാണ് ആഡം ഡ്രൈവർ ഈ ഒരു സിനിമയ്ക്കകത്ത് വന്നിരിക്കുന്നത്. ആദ്യം ഒന്നും കണ്ടപ്പോൾ ഇത് ആഡം ഡ്രൈവർ ആണല്ലോ എന്ന് പോലും എനിക്ക് മനസ്സിലായില്ല. അത്രമാത്രം ഗംഭീര ഗെറ്റപ്പും മാരകമായിട്ട് വേറെ ലെവലായിട്ട് ഫെരാരി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ അദ്ദേഹം പെർഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടു കഴിയുമ്പോൾ തന്നെ എൻ്റെ മോനെ എന്ത് ജാതി പെർഫോമൻസ് ആണെന്ന് നമുക്ക് തോന്നും. ആ ഒരു ക്യാരക്ടറിൻ്റെ എല്ലാ പേഴ്സണാലിറ്റീസിനെ ഉൾക്കൊണ്ട്, അതായത് ഈ ഒരു എൻസോ ഫെരാരിയെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ബുക്ക് എഴുതിയിരുന്നു. ആ ഒരു ബുക്കിൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റീസ് എല്ലാം കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി പഠിച്ചിട്ടാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഡയറക്ടർ പറഞ്ഞ രീതിക്കാണെന്ന് തോന്നുന്നു. വളരെ ഗംഭീരമായിട്ട് ആഡം ഡ്രൈവർ ആ ഒരു ക്യാരക്ടറിനെ പോർട്രേ ചെയ്ത് നമ്മുടെ മുന്നിലേക്ക് വെച്ചിട്ടുണ്ട്. കണ്ടു കഴിയുമ്പോഴത്തേനും ഈ ഒരു വ്യക്തി ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ളൊരു ഗംഭീര പെർഫോമൻസ് ആഡം ഡ്രൈവറിന് നമ്മുടെ മുന്നിൽ പോർട്രേ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഫെരാരിയുടെ ഭാര്യയായിട്ട് വന്നിട്ടുള്ള ലോറ, ആ ഒരു ക്യാരക്ടറിനെ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് പെനോൽപെ ക്രൂസ് ആണ്.
ആണ്. പെനോൽപെ ക്രൂസ് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ആക്ട്രസ് ആണ്. പുള്ളിക്കാരുടെ ആക്ടിംഗ് ലെവലൊക്കെ പ്രീവിയസ് വർക്ക്സ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ അമ്മാതിരി പെർഫോമൻസ് പെനോൽപെ ക്രൂസ് കാഴ്ചവെച്ചിട്ടുണ്ട്. ഒരു സൈഡിൽ ഫെരാരിയായിട്ട് ആഡം ഡ്രൈവർ നിന്ന് തകർക്കുമ്പോഴത്തേനും അദ്ദേഹത്തിന് പോലും ചില സീൻസിൽ കട്ടയ്ക്ക് നിൽക്കാൻ പറ്റാത്തത്ര ഗംഭീര പെർഫോമൻസ് ആണ് ലോറയായിട്ട് പെനോൽപെ ക്രൂസ് കാഴ്ചവെക്കുന്നത്. വേറെ ലെവലായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു വുമണിനെയാണ് ഈ ഒരു ക്യാരക്ടറെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, നമ്മുടെ ഈ ഒരു ഫെരാരി എന്ന് പറയുന്ന ക്യാരക്ടറിന് അദ്ദേഹത്തിൻ്റെ മകനെ നഷ്ടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ മകൻ മരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഈ ഒരു പെനോൽപെ ക്രൂസിൻ്റെ ലോറ എന്ന് പറയുന്ന ക്യാരക്ടർ ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതേസമയം തന്നെ കമ്പനിയെ മുൻപോട്ട് കൊണ്ടുപോകേണ്ട ചുമതല ആ ഒരു ക്യാരക്ടറിനുണ്ട്. കൂടാതെ ഈ ഒരു ഫെരാരി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ സീക്രട്ട് റിലേഷൻഷിപ്പിനെ പറ്റി ഒന്നും ഈ ഒരു ക്യാരക്ടറിന് അറിയത്തില്ല. അപ്പോൾ അത്രയും വലിയൊരു കഷ്ടപ്പാടിലൂടെ കടന്നു പോകുന്ന ലോറ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ പുള്ളിക്കാരി ചെയ്ത് വെച്ചേക്കുന്നത് കണ്ടു കഴിഞ്ഞ് എൻ്റെ മോനെ ഈ പുള്ളിക്കാരി അഭിനയിക്കുകയാണോ ജീവിക്കുകയാണോ എന്ന് തോന്നിപ്പോൾ അമ്മാതിരി പെർഫോമൻസ് ലോറയായിട്ട് പെനോൽപെ ക്രൂസ് കാഴ്ചവെച്ചിട്ടുണ്ട്. അങ്ങനെ സിനിമയ്ക്കകത്ത് വന്നു പോയ എല്ലാവരും വളരെ ഗംഭീരമായിട്ടാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. പിന്നെ എടുത്ത് പറയേണ്ട സിനിമയുടെ മേക്കിംഗ് ആണ്. കാരണം ആ ഒരു കാലഘട്ടത്തിന് അനുയോജ്യമായിട്ട് സിനിമ സെറ്റാക്കി വെച്ചിരിക്കുന്നത് വളരെ ഗംഭീരമായിട്ട് തോന്നി. തുടക്കത്തിലൊക്കെ എൻസോ ഫെരാരിയുടെ പഴയകാല ജീവിതത്തിനെ കാണിക്കുന്നൊരു ചില ഷോട്ട്സ് ഒക്കെ ഉണ്ട്. അതായത് ആ ഒരു ക്യാരക്ടർ റേസ് ചെയ്യുന്നൊക്കെ ഒരു ഷോട്ട്സ്, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സീക്വൻസിൽ പഴയകാല രീതിക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഒരു ഷോട്ടൊക്കെ ഉണ്ട്. വളരെ ഗംഭീരമായിട്ട്, അതായത് നമുക്ക് സിനിമ കാണുമ്പോഴത്തേനും ആ ഒരു ടോണും സംഭവങ്ങളൊക്കെ വെച്ച് ആ ഒരു കാലഘട്ടത്തിലേക്ക് എത്താൻ പറ്റും. അങ്ങനെ വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കാറുകളെ സെറ്റാക്കി വെച്ചിരിക്കുന്നത് 1957 നടക്കുന്ന ഒരു സിനിമയാണ്. ആ ഒരു സമയത്തുള്ള കാറുകളൊക്കെ വേണം, അതിനനുസരിച്ചുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അതിനൊക്കെ വളരെ സെറ്റപ്പായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. വളരെ ഗംഭീരമായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു ഗംഭീര ഫിലിമായിട്ട്, അതായത് ഒരു വണ്ടർഫുൾ ഫിലിമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. മുഴുനീളം റേസിംഗ് സിനിമയായിട്ട് ആരെങ്കിലും പ്രതീക്ഷിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊരു തിരിച്ചടിയാവും. അതുപോലെ തന്നെ ഒപ്പൻഹൈമർ പോലെ ഒരു മുഴുനീളം ബയോഗ്രഫി ആയിട്ട് കാണാൻ പ്രതീക്ഷിച്ച് പോയാലും നിങ്ങൾക്ക് ഒരു തിരിച്ചടി കിട്ടും. കാരണം ഞാൻ പറഞ്ഞു, ഇതിനകത്ത് റേസിംഗ് സീക്വൻസുകളുണ്ട്. സിനിമ കുറേ റേസിംഗ് സീക്വൻസുകളൊക്കെ അത്യാവശ്യം കൊണ്ട് കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു ബയോഗ്രഫി മാത്രം കാണാൻ പോകുന്ന ആൾക്കാർക്ക് ഈ ഒരു റേസിംഗ് സീക്വൻസുകളൊക്കെ കാണുമ്പോൾ തന്നെ കല്ലുകടി ആവാനും ചാൻസ് ഉണ്ട്. രണ്ട് സംഭവം പ്രതീക്ഷിച്ച് പോവുക, നിങ്ങളെ 100% സാറ്റിസ്ഫൈ ചെയ്യും. വളരെ ഗംഭീരമായിട്ട് മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ ഗംഭീരമായിട്ട് ആക്ടേഴ്സ് അഭിനയിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലെ ചില കോമഡി സീക്വൻസുകൾ അത് എടുത്തു പറയേണ്ട ഒരു സംഭവമാണ്. കാരണം ഈ ഒരു സിനിമ കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ തട്ടിയൊരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു അത്. അതായത് ചില കോമഡി സീക്വൻസുകളൊക്കെ വളരെ നാച്ചുറലായിട്ട് വരുവാണ്. ഇവരുടെ ഒരു കോൺവെർസേഷൻ ഇങ്ങനെ ബിൽഡായിട്ട് വരും. ആ ഒരു സമയത്ത് വളരെ നാച്ചുറലായിട്ട് ഇതിനു വേണ്ടി കൊണ്ട് ഇട്ടതാണെന്നൊന്നും നമുക്ക് ഫീൽ ചെയ്തില്ല. നമ്മൾ നമ്മുടെ സാധാരണ ജീവിതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോഴത്തേന് ചില കോമഡിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുമല്ലോ. അപ്പോൾ നമുക്കത് ചിരിക്കാൻ തോന്നും. അതുപോലെ തന്നെ നമ്മളെ നല്ലപോലെ ചിരിപ്പിക്കുന്ന ഒരുപാട് സീക്വൻസുകൾ സിനിമയ്ക്കകത്ത് വരുന്നുണ്ട്. അത് വളരെ ഒരു ഗംഭീര പോസിറ്റീവായിട്ടാണ് തോന്നിയത്. കാരണം ഇങ്ങനൊരു ബയോഗ്രഫിക്കകത്ത് ഇത്രയും ഡിപ്രസ്ഡ് ആയിട്ടും അതുപോലെ തന്നെ ശാഠ്യമായിട്ടുള്ള ക്യാരക്ടേഴ്സൊക്കെ ഉള്ളതിനിടയ്ക്ക് കോമഡീസൊക്കെ വർക്കൗട്ട് ആക്കുക. സീരിയസ് സംഭവങ്ങൾ പറയുമ്പോൾ പോലും അതിൽ കോമഡിയൊക്കെ കണ്ട് നമ്മളെ കൊണ്ട് ചിരിപ്പിക്കുക എന്ന് പറയുന്നത് സിമ്പിൾ കാര്യമില്ല. അപ്പോൾ അതൊക്കെ നല്ലപോലെ വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ ക്യാരക്ടേഴ്സിൻ്റെ പാസ്റ്റും കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടി ഇവർ യൂസ് ചെയ്തിരിക്കുന്ന ഒരു ടെക്നിക്കും ഗംഭീരമാണ്. ഒരു സോങ് വരുന്നുണ്ട്. ആ ഒരു സോങ്ങിനകത്തൂടെ ഒരുപാട് ക്യാരക്ടേഴ്സിൻ്റെ പാസ്റ്റിന് ഈ ഒരു സിനിമ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് ഒരു പ്ലേ നടക്കുന്നുണ്ട്. ആ പ്ലേക്കിടയിലൂടെ ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും പാസ്റ്റിനെ കാണിക്കാൻ വേണ്ടി ചില ഗ്ലിംസസ് ഒക്കെ ഇടുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് എല്ലാ ക്യാരക്ടേഴ്സിനോടും കണക്ഷൻ വരും. അല്ലാണ്ട് അവർക്ക് വേണ്ടി ഒരു അരമണിക്കൂർ ഫ്ലാഷ് ബാക്ക് ആയിട്ട് കാണിക്കാൻ സിനിമ ശ്രമിക്കുന്നില്ല. അങ്ങനെ ഒരുപാട് പോസിറ്റീവ്സ് പറഞ്ഞാൽ ഒരുപാട് പോസിറ്റീവ്സ് ഉള്ള മൂവിയാണിത്. എനിക്ക് പേഴ്സണലി ഒരു സിംഗിൾ പോയിന്റ് പോലും ലാഗ് അടിക്കുകയോ അല്ലെങ്കിൽ ബോറായിട്ട് തോന്നുകയോ ഒന്നും ചെയ്തിട്ടില്ല. വളരെ എൻഗേജ്ഡ് ആയിട്ട്, അതായത് ഒപ്പൻഹൈമറൊക്കെ 3.5 മണിക്കൂർ ഇരുന്ന് കണ്ട സമയത്ത് എങ്ങനെയാണോ എൻഗേജ്ഡ് ആയി കണ്ടത് അതുപോലെ തന്നെ വളരെ ഗംഭീരമായിട്ടുള്ളൊരു ഫീലാണ് ഈ ഒരു ഫെരാരി എന്ന് പറയുന്ന സിനിമ എനിക്ക് തന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും തിയേറ്ററിൽ ഈ ഒരു സിനിമ ഇപ്പോൾ ഓടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയിട്ടിരുന്ന് എക്സ്പീരിയൻസ് ചെയ്യുവാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ OTT റിലീസ് ആകുമ്പോൾ അതിന് മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. ഈ വർഷം ഇറങ്ങിയിട്ടുള്ള അവസാന സിനിമകളുടെ കൂട്ടത്തിൽ ഒരു ഐറ്റം കൂടെയാണ് ഫെരാരി. സോ മിസ്സാകരുത്. വളരെ ഗംഭീര ഒരു പിക്ചറാണ്.